എന്തോസ്തിക്കാൻ അത് ദോശ ഇഡ്ഡലി അച്ചുട്ടിയേ കുറേ ദിവസമായിട്ടോ ഈ നമ്മൾ ഈ ജ്വല്ലറിയുടെ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഓണപ്പരിപാടിക്ക് ഇടണം എന്ന് പറയുന്നു. അപ്പോൾ ഓരോന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിൽ ഏതാണ് അച്ചുട്ടി തിരഞ്ഞെടുക്കുക എന്ന് കണ്ടുപിടിക്കാലോ അല്ലേ അച്ഛമ്മ? അവള് ചിരിക്കുന്നു. വലുതൊന്നും എടുക്കില്ല, ചെറുത് എടുക്കില്ല. ഞാന് ഫസ്റ്റത്തേതാ ഒരു സെലക്ഷൻ ഇതാക്കണ്ടോ? സെലക്ഷൻ അല്ല, ഫസ്റ്റത്തെ മാല കണ്ടോ? അച്ചുട്ടി വാ ഒന്ന് ഇട്ട് നോക്കട്ടെ. കമ്മലും കൂടി വരുന്നതാണ് ഇത്. ഇതൊരു മറൂൺ കളറാണ് കേട്ടോ, കണ്ടോ? പിങ്ക്. ഇത് അമ്മയ്ക്ക് കണ്ട നല്ല രസമല്ലേ? അങ്ങനെ ശരിക്കും എങ്ങനെയാണെന്നറിയോ, നമ്മുടെ വലിയ മാലയുടെ കൂടെ ഇടണമെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കണം. അത് അച്ചുവിൻ്റെ കഴുത്ത് വണ്ണല്ലല്ലോ, നമുക്കൊക്കെയാണ് വെച്ചാൽ സെറ്റാവും. നമ്മുടെ കഴുത്ത് വണ്ണാണ്. ഇതാട്ടോ ഒന്ന്. ഇതിൻ്റെ കോഡ് ഇതാണ് കേട്ടോ, K920. അടുത്തത് ഇതാ എന്താ, നെറ്റിപ്പട്ടം. നല്ല രസമല്ലേ ഇത് കാണാന്? നെറ്റിപ്പട്ടം. ഇതിൻ്റെ ഒരു പച്ച ഉണ്ടായിരുന്നു കേട്ടോ, പച്ച നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ കണ്ടപ്പോൾ തന്നെ അതെടുത്ത് പച്ച മതി എന്ന് പറഞ്ഞിട്ട് എന്താ ഇതിൻ്റെ കോഡ് നമ്പർ D894 കേട്ടോ, 89 എന്ന് പറയുന്നത്. ഇത് കാണാൻ എങ്ങനെ ഉണ്ട് അല്ലേ? കാണാൻ നല്ല രസമല്ലേ? നമ്മുടെ ഇതൊക്കെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ, നമ്മുടെ ചെറിയ കുഞ്ഞു മക്കൾക്കും അതേപോലെ തന്നെ നമ്മളെപ്പോലുള്ളവർക്ക് അച്ചുട്ടിക്ക് ഇട്ട് കൊടുക്കണോ? ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ഇത് ഇറക്കുള്ളത് ഞാൻ അവിടെ പിടിച്ചതാണ് കേട്ടോ. കണ്ടോ എങ്ങനെ ഉണ്ട് ഏട്ടാ? ഇതാ കണ്ടോ? ഇതിലും കുറച്ചും കൂടി ഉണ്ട്. ഇതാ കാണിക്കച്ചുമാ. ഇതാ കണ്ടോ? ഇതാണ് നെറ്റിപ്പട്ടം. ഇതാ നമ്മുടെ പാലക്കയുടെ കണ്ട ഓണത്തിന് സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ നല്ലതാ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ സിമ്പിള് എന്നല്ലേ പറയാ. സോനിയ നിനക്ക് വേണ്ടേ സിമ്പിള്? വേണ്ട, ഇത് ഇങ്ങനെ മാത്രം കേട്ടോ. ഇതിൻ്റെ നമ്പർ ഇതാ വരുന്നത് B7144 ആണ് കേട്ടോ. എനിക്കും നമുക്കും പറ്റുമോ അത്? എന്താ രസമുണ്ടോ? അപ്പോൾ അതാട്ടോ. അപ്പോൾ ഇത് ഞാനും ഒരു സെറ്റ് മുണ്ടിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം വലിയ ഇടയ്ക്ക് നമ്മൾ സുകന്യക്കൊക്കെ പറ്റും. കാരണം എന്താണെന്നറിയോ, സുകന്യൊക്കെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞാൽ വീട്ടിലേക്ക് അങ്ങനെ രണ്ടെണ്ണുണ്ട് കേട്ടോ. ഇതിന് പാലക്ക തന്നെയാണ് കേട്ടോ. ഇതാ അത് സുകന്യ കാണിച്ചു കൊടുക്ക്. അതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. അത് ഇതാണ് ശരിക്കും. ഇതാ പാലക്ക വരുന്നത്. ഇതാണ്ടോ? ഇതാ കണ്ടോ? ഇതിൽ കാണുമ്പോഴാണ് എൻ്റെ കയ്യിനെക്കാട്ടിലും നല്ല ചന്തം ഇതിലിങ്ങനെ കാണുമ്പോഴല്ലേ. അപ്പോൾ ഇതാ ഇതിൻ്റെ കോഡ് വരുന്നത് B7143 കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത്. ഇതും കണ്ടോ ഒരു വെറൈറ്റി നെറ്റിപ്പട്ടം. ഇതിൽ പല കളറുകളാണ് കേട്ടോ, പച്ച, ചുവപ്പ്, നീല ഒക്കെ ഇട്ട് ലേട്ടാ നന്നായിട്ടില്ലേ. ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് D1944 കേട്ടോ. ഇതും തന്നെ. ഇത് ചുട്ടിയിടണ്ട, എപ്പോഴും മച്ചുട്ടി തന്നെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുമോ അല്ലേ? കാരണം നമുക്കല്ലേ. ഇതാ എൻ്റെ ഇത്രയ്ക്കുണ്ട് കേട്ടോ. എൻ്റെ ഈ താലിമാലയുടെ ഇറക്കുണ്ട്. അച്ചുട്ടി അതിനേക്കാളിൽ ഇറക്കുണ്ട്. കണ്ടോ? ഇതാ നെറ്റിപ്പട്ടം ഒരു വെറൈറ്റി മോഡലല്ലേ ഇത് കാണുമ്പോൾ? കണ്ടോ? ഇത് നമ്മുടെ എങ്ങനെ പറയുക, താലിമാലയുടെ കൂടെയൊക്കെ നമ്മൾ വലിയ കുറച്ച് ഇറക്കുള്ള താലിമാലയുടെയൊക്കെ കൂടെ ഇടുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും അല്ലേ കാണാനേ?
ഇത് നമ്മുടെ അച്ചുട്ടിക്ക് കാഴ്ചക്ക് നല്ല ചന്തണ്ട് അല്ലേ? അച്ചുട്ടി വേണമെന്ന് പറഞ്ഞ സാധനം ഇതല്ലേ അച്ചു? ഇതിന് അവള് എനിക്കിത് മാറ്റി വെക്കണ ഇട്ടമ്മ എന്ന് പറഞ്ഞത് ഇതാണ്. ഇത് കാഴ്ചക്ക് നല്ല രസം. സൂര്യക്ക് ഇഷ്ടമായില്ലേ ഇത്? എല്ലാം ഇഷ്ടായില്ലേ? പെണ്ണുങ്ങളല്ലേ സാധനങ്ങള്. അച്ചുട്ടി ഇടുന്ന മാലകൾ ഇങ്ങനത്തെ മാലകളാണ് കേട്ടോ. ഞാനപ്പോൾ അതാണ് നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാനും കൂടി പറ്റുമല്ലോ എന്ന് വിചാരിച്ചതാ. കണ്ടോ ഇതിലിങ്ങനെ കറുത്തൊരു ഇതിന്റെ മുത്തുകളുണ്ട് കേട്ടോ. അതാ ഇങ്ങനെ 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 ഇട്ട് കഴുത്തിലിട്ടാലും ഒതുങ്ങി കിടക്കും. ഇതിന്റെ നമ്പർ D891 കേട്ടോ. D1842. കണ്ട ഒരു ലക്ഷ്മി ഉണ്ട്. പിന്നെ ഫുൾ വരുന്നത് വെള്ളക്കല്ലാണ് കേട്ടോ. കാണാന് കാഴ്ചക്കില്ലേ വെള്ളക്കല്ലാണ്. കണ്ടോ ഇതും സൂനിക്ക് കാണിച്ചറ വാ. നിന്റെ വല്യമാലയല്ലേ? വല്യമാലയുടെ കൂടെ ഇടുമ്പോ ഇതാ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എൻ്റെ ചെറുതാവുമ്പോ അറിയില്ല. അതാ എൻ്റെ കൂടെ ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇതിൽ വരും. കണ്ടോ അല്ലേ? അപ്പോൾ എനിക്കാണോ എന്ന് വെച്ചാലും നമുക്ക് വലിയവർക്കാണോ വെച്ചാലും കുട്ടികൾക്കാണോ വെച്ചാലും ഉപയോഗിക്കുക. പിന്നെ ഇത് കുറച്ച് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഒരുപാടല്ല, ഒരു കുറച്ച് ഈ ഒരു ഇതിൻ്റെ ലോക്കറ്റിൻ്റെ ഇതാ അടുത്തത് കേട്ടോ. നമ്മുടെ മക്കള് സിമ്പിളായിട്ട് എന്ന് പറയില്ലേ, മക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതാ അച്ചുട്ടി അയ്യോ ഇതാ ഇത്ര ഇറക്കം വരും കേട്ടോ. അത് നമ്മുടെ അച്ഛനെ നമ്മൾ മോഡലാക്കുക. ഇതാണ്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ 3 മുത്തായിട്ട് ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്താ ഞാൻ കൂട്ടം കൂട്ടുന്നു അല്ലേ അമ്മ? അമ്മ എന്തോന്നും ഇണ്ടാത്ത രസല്ലേ? ഇതാ കണ്ടോ ഇതും നമ്മുടെ വലിയ മാലയൊക്കെ ഇടുമ്പോൾ ചെറിയൊരു മാല നമ്മൾ ഇപ്പോൾ ഇടുമല്ലോ പൈന്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ നെക്ലസ് മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ലസ് മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരുമോ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ട് അവർ വാങ്ങിക്കൊണ്ടേട്ടോ. കഴുത്തിലിങ്ങനെ എങ്ങനെ പറയുക ഒതുങ്ങി കിടക്കണം. ചിലവർക്ക് പറയും സിമ്പിളായിട്ടുള്ളത് മതി എന്ന് പറയും, ചിലർ പറയും കുറച്ച് ഹെവി ആയിട്ടുള്ളത് മതി പറയും. എന്തായാലും നമ്മളിനി ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ വെറൈറ്റി നിങ്ങൾ പറയുന്ന പോലെ പ്രസ്റ്റീജിയുടെ കുപ്പിവള എന്നൊക്കെ പറയില്ലേ, കുപ്പിവള കളക്ഷനും ഒക്കെ നമുക്ക് കൊണ്ടുവരാം കേട്ടോ. സുനെ നോക്ക് സിമ്പിളായിട്ടുള്ള താലിമാല പോലുള്ളത്. ഇതിന്റെ പച്ച പോയിട്ടോ, പച്ച ഉണ്ടായിരുന്ന അത് പോയി. ഇതും പച്ച കളറുമാണ് ഉണ്ടായിരുന്നത്. പച്ചക്ക് എന്താ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര, ഞാൻ വിചാരിച്ച് പച്ച എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇതിന്റെ ഈ ഭാഗത്ത് കല്ലാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ള കല്ലാണ്. അത് നമ്മുടെ ഈ ഫോണില്ലേ ക്യാമറയൊക്കെയാണ് വെച്ചിട്ട് നമ്മൾ വീഡിയോ കൊണ്ട് എടുക്കുകയാണ് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ എമ്മാതിരി ഡ്രസ്സിൻ്റെയൊക്കെ കളറുകൾ നമ്മൾ ഈ കാണിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി കളറുകളുണ്ട്, കളർ കൂടുതലായിരിക്കും അത്. പക്ഷെ നിങ്ങൾക്ക് ഈ ഫോണിലാവുമ്പോൾ അത്ര അറിയില്ല. ഇന്നലെ ഒരു ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ വീഡിയോ ഫോട്ടോ കണ്ണേക്കാട്ടിലും നന്നായിട്ടുണ്ട് പ്രസി വീഡിയോ നേരിട്ട് വാങ്ങിയപ്പോന്ന്. അതാണ് നമ്മുടെ ഈ ഫോണിൻ്റെ ചെറിയൊരു പ്രശ്നം, വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ചില ചേച്ചിമാരോട് പറയുമ്പോൾ ചില ചേച്ചിമാർ പറയും എൻ്റെ അടുത്തേ അതൊന്നും സാരല്ല പ്രസി അതൊക്കെ ശരിയാവും. D4364 സിമ്പിളാണ് കേട്ടോ, ഒരുപാട് സിമ്പിളാണ്. ഇത് കൂടെ 3 കല്ല് വരുന്നുണ്ട്. അതേപോലെ തന്നെ അടിയിൽ കണ്ടോ ഇത് നല്ല ഇറക്കമുള്ളതാണ് കേട്ടോ. ഇത്ര ഇറക്കമുള്ളതാണ് ഇത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇട്ടിട്ട് വേണോ അതോ അച്ചുട്ടി ഇട്ടിട്ട് വേണോ? കണ്ടോ അല്ലേ, ഇറക്കമുള്ളതാണ് കേട്ടോ. ഇത് ചെറുതാക്കും വലുതാക്കാനൊക്കെ പറ്റുന്നതാണ്. ഇതാണ്ടോ കണ്ണി ഇങ്ങനെ ആയതും കൊണ്ട്. ഇതിൻ്റെ നമ്പർ വരുന്നത് D7782 കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടാവെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ. ഇത് പല കളറുകളാണ്. ചുവപ്പും
ചുമപ്പ് പച്ച കറുപ്പ് വരുന്നതാണ് കേട്ടോ അത്. ഇതാ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് വെറും ചുമപ്പും പച്ചയും മാത്രമാണ് കേട്ടോ. ഇതിലും അതേപോലെ തന്നെ ചുമപ്പും പച്ചയാണ്. ഇത് കണ്ടോ വേറൊരു കളറ്. ഏത്? പിങ്ക്. ഇതിന്റെ നമ്പർ വരുന്നത് 905 കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഓണപരിപാടിക്കൊക്കെ പോകുമ്പോൾ അടിച്ചു പൊളിച്ച് പോവാ അല്ലേ. ഇതും അതേപോലെ തന്നെ കേട്ടോ. സിമ്പിൾ 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 അല്ലേ. ഇതാ കണ്ടോ സിമ്പിളാണ്. ഇതൊക്കെ ഞാൻ എന്താണെന്നറിയോ നമ്മുടെ അച്ചുട്ടീനെയൊക്കെ കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ. അച്ചു അമ്മൂനെയൊക്കെ അതുപോലുള്ള മക്കൾക്ക് ഇങ്ങനത്തെ അല്ലേ അധികം ഇഷ്ടം ഉണ്ടാവുക. അപ്പം അത് കാരണമാണ് അങ്ങനത്തെ എടുത്ത് ഒരു പീസ് ഒരു കളർ ഇതാ കേട്ടോ. എടുത്തത് വെക്കച്ചുട്ടി സുനിന്ന ഒരു കളർ വരുന്നത് ഇതാ റെഡും വൈറ്റും മുന്തിരി കളർ പിങ്ക് മാത്രം കണ്ടോ. അടുത്തത് വെച്ചോർക്ക് പച്ചയും വെള്ളയും. നിങ്ങളെല്ലാവരും ഇല്ലേ ഇതന്നെ അതന്നെന്ന് പറയണ്ട. ഓരോന്ന് ഏത് കാണുമ്പോഴല്ലേ ഇത് ഞങ്ങക്ക് ഇത് ഞങ്ങക്ക് ഇത് ഞങ്ങക്ക് പറയുക. ഇത് എല്ലാതും കേട്ടോ. ഇത് ഷേപ്പ് വ്യത്യാസം. ഇതും അതേ ഒരു മോഡലാണ്. പക്ഷെ ഈ ഷേപ്പ് കണ്ടോ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതില് ഫുൾ മെറൂൺ ആണ് വരുന്നത്. കണ്ടോ കണ്ടില്ലേ. ഇതിന്റെ D1082. എന്താണ് സുകന്യെ D1082 കുട്ടികൾക്ക്. ഞാൻ ഇത് എടുക്കാൻ പോയപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. എന്താണെന്നറിയോ ഇത് നമ്മുടെ മക്കൾക്ക് ഈ മാലല്ലേ ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് എനിക്കുള്ളതാണ് കേട്ടോ. ഇതാണ് ഇന്ദുപിരി. ഇതിൻ്റെ നല്ല വണ്ണുള്ള മാല കണ്ടിരുന്നു കേട്ടോ. അതാ ഇത് കണ്ടോ പിരി 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 പോലെ ചെറുതായിട്ട് കണ്ടോ പിരി പിരി പോലെ കണ്ടില്ലേ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നമ്മുടെ താലിമാല ഇടാൻ. ഞാൻ എന്താ ചെയ്യാന്നറിയോ റസലേം അത് ഞാൻ എന്താ ചെയ്യാന്നറിയോ 2 മാല ഒരേപോലത്തെ വാങ്ങും. എന്നിട്ട് ഒന്ന് മുക്കി കഴിഞ്ഞ് ഒന്ന് കളർ പോകുമ്പോൾ അടുത്തതൊന്ന് ഇടും. എന്നിട്ട് വായോ വണ്ണമില്ല കഴുത്തിൽ അറയും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ അടുത്ത വീടുത്തെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് അസ്ന അങ്ങനെ മാറ്റി മാറ്റി മറിച്ചിടുമ്പല്ലേ എല്ലാവരുടെയും വിചാരം എന്താണെന്ന് പറയുക നമ്മുടെ കഴുത്ത് കിടക്കുന്ന സ്വർണ്ണം കയ്യിൽ കിടക്കുന്ന വള കിടന്ന സ്വർണ്ണം. അപ്പോൾ അങ്ങനെ ഇതെടുക്കും കേട്ടോ. നോക്കിക്കോ സെറ്റ്. വേറെ ഇത് കാണിച്ചോ? ഇത് കാണിച്ചോ അപ്പയ്ക്ക് കുട്ടികളെ ഇത് ഇതിക്കുള്ളതാ ഇതും എനിക്കുള്ളതാട്ടാ. ഇതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഇല്ല നമ്മളില്ലേ ഇങ്ങനെ കഴുത്തിലില്ലാന്ന് തോന്നുമ്പോല്ലേ ഇങ്ങനെ 2 വാങ്ങിയാൽ മതി കേട്ടോ. എന്നിട്ട് മാറ്റി മറിച്ച ആരോട് ചോദിച്ചാലും സ്വർണ്ണമാണോ? പിന്നെ എന്താ ഉണ്ട് സ്വകാര്യം? അടുത്തൊരു എന്തേ മറന്നു വെച്ച് അടുത്തത് കണ്ടോ പാലക്ക. സുകന്യ പാലക്കയുടെ ആളാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പല്ലേ ചേട്ടാ 3 എണ്ണമുള്ള പാലക്കയുടെ ഒരു മാല അവൾക്കൊന്ന് വാങ്ങിക്കൊടുക്കണം കേട്ടോ. ഞങ്ങൾ അന്ന് പോയപ്പോ അത് നോക്കിയില്ല ചേട്ടാ. പാലക്ക ഇങ്ങനത്തെയൊക്കെ നോക്കി. ഞാൻ എന്താണെന്നറിയ വിചാരിച്ചത് സിമ്പിളായിട്ട്. ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ സിമ്പിളായിട്ട്. പക്ഷെ പിന്നെ വെറുതെ കിട്ടും. ഇതിനൊക്കെ വില ഉണ്ട് സുകന്യെ. ആരെ വെറുതെ തരികയല്ലമ്മ.
വെറുതെ ഇപ്പൊ സ്വർണത്തിന് വില കൂടിയപ്പോ എന്താ അടുത്തത് ഇതാട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് D1629. ഒരു സമയത്തേ അമ്മ ഇങ്ങനത്തെ ഒന്ന് ഇടാൻ കൊതിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവരും കല്യാണത്തിനൊക്കെ പോകുമ്പോ 2 മാലയൊക്കെ ഇടുമ്പോലേ നമുക്കും ഇങ്ങനത്തെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഒന്ന് കിട്ടാൻ വേണ്ടി. ഓ ഞാൻ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല, എൻ്റെ താലിമാലയൊന്നും ഇല്ലാത്ത സമയത്ത് കറുത്ത ചിരട് കിട്ടിയിട്ട് അതിൽ കൂടെ ഞാൻ വില കുറഞ്ഞൊരു മാല വാങ്ങിയിട്ട്, ഇന്നൊക്കെ ഇപ്പോൾ 20-25 രൂപയുടെയൊക്കെ മാലയായിരിക്കും. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക എന്താണെന്നറിയോ, കറുത്ത ചിരട് നല്ല മോഡലാണ്, കറുത്ത ചിരടിൽ താലിയിട്ടൊക്കെ ഇരുന്നേ. അങ്ങനെ ഫസ്റ്റത്തൊക്കെ വീഡിയോയിൽ അങ്ങനെ തന്നെ ഇരുന്നില്ലേ അല്ലേ? ഓടി വരിക എന്താ കറുത്ത ചിരട് എന്താട്ടോ അന്ന് വീട് പണിക്ക് ചെയ്തിട്ട് ഇതാ വെള്ളമൊഴിക്ക്. ഞാൻ ശ്രദ്ധിച്ചില്ല. അടുത്ത ഇതാ കണ്ടോ, ഇതിലൊരു കല്ലുണ്ട് കണ്ടോ? ആ മുകളില് ഒരു മെറൂണും ഉണ്ട്, പച്ചപ്പാരക്കയുടെ മുകളിൽ കാണുന്നുണ്ടോ? 2 വരയില്ല, അതിന്റെ മുകളിൽ കല്ലുണ്ട് കേട്ടോ. ആ ചെറുതായിട്ട് സ്റ്റോൺ ഉണ്ട്. ഇനി ഇതാ അടുത്തത് സിമ്പിൾ ആൻഡ് എങ്ങനെ പറയാ മുട്ടി, ഇത് നമ്മുടെ അമ്മവും അച്ഛനൊക്കെ കഴുത്തിൽ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കൊക്കെ കാണാറില്ലേ? അപ്പം ഇത് ഞാനും വിചാരിച്ചു നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് അല്ലേ. ഇതിൻ്റെ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് D2062. ആ ഇത് ലെങ്ത്ത് ഇത്ര ഉണ്ട്. ഇതിൽ കല്ല് നോക്കിയൊക്കെ കേട്ടാ കാണിച്ചോ? അത് എന്താ ഒന്നുമില്ല. അച്ഛന് ഇങ്ങനെ എന്താ ഫോൺ അടുത്തേക്ക് കൊണ്ടുപോകുമ്പല്ലേ അവൾക്കാണ് നമ്മളെക്കാട്ടിലും വെപ്രാളം വരുന്നത്. ഇതാ സ്വർണ്ണാണ് പറഞ്ഞാൽ ഇങ്ങനെ തരാൻ പറ്റില്ലല്ലോ. ഇതും നമ്മുടെ ഒരു സിമ്പിൾ മലയാണ്. സിമ്പിൾ വ്യത്യാസമുണ്ട്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര ലേട്ടാ. ഓരോ മാലയുടെയും മുദ്ര ശ്രദ്ധിക്കണം. ആ ഓരോന്നിനും ഓരോ മുത്തുകളാണ്. ഇതിന്റെ D8097 കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ചൊരു മാലയുടെ ഒരു സൈസ് തന്നെയാണ്, പക്ഷെ ഡിസൈൻ മാത്രം വ്യത്യാസമുണ്ട്. ഇതെന്താ ഇതിന്റെ അല്ലോ 18. ഇത് നമ്മള് നേരത്തെ കാണിച്ചതിന്റെ ഒന്ന് ഇവിടേക്ക് പെട്ടതാണ് തോന്നുന്നുണ്ട്. ഉണ്ടോ വ്യത്യാസമുണ്ട്? ഇത് 1821 കേട്ടോ. ഉണ്ട് അല്ലേ? വ്യത്യാസം ഉണ്ട് അല്ലേട്ടാ. കല്ലും നോക്കിയിട്ട് തിളങ്ങളുണ്ട്. അത് ശരിയാ. ഇതാ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെയാണ്, പക്ഷെ ഇതിൽ മൊത്തം ബ്ലാക്ക് ആണ് കേട്ടോ അല്ലേ? റെഡും പച്ചയുണ്ട്, വൈറ്റ് ഉണ്ട്, ഒരു പിങ്ക് കളർ ഉണ്ട്. ആ ഷേപ്പും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇതിൻ്റെ നമ്പർ വരുന്നത് 8D891. ഇതാ അടുത്തത് കണ്ടോ? ഇതിൻ്റെ പച്ച പോയി കേട്ടോ. ലക്ഷ്മി ലേട്ടാ. ഇത് കുറച്ച് നല്ല ഹെവി വർക്ക് ഉള്ളതാണ് കേട്ടോ. കാഴ്ചക്ക് കാണാൻ മാത്രല്ല, ഇത് എന്താ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ പറയാ, കല്യാണത്തിനും ഒക്കെ ഇടാൻ പറ്റിയ ഒരു മാലയാണ്. കണ്ടോ? ഒറ്റൊന്നിട്ടാ മതി അല്ലേ? കഴുത്ത് നിറഞ്ഞ് കിടക്കും. അല്ല വേണ്ടോ?
കാനുണ്ടേ രസമുണ്ടോ? വലിയ താലിയുടെ നിനക്കിട്ട് കാണിച്ചു തരാം. എനിക്കല്ലേ വലിയ താലിമാല ഇട്ടക്കണം അല്ലേ ഏട്ടാ? എന്താ കണ്ടോ? ആ സാരിയുടെ കൂടെയൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഉണ്ടല്ലോ, ലക്ഷ്മി കല്യാണത്തിന്, ഓണത്തിന്, പരിപാടിക്ക് എല്ലാറ്റിനും ഇടാൻ പറ്റിയൊരു മാലയാണ് കേട്ടോ അത്. ഇത് ഇവിടെ കുളത്ത് ഞാൻ കുറച്ച് കമ്മിയാക്കിയിട്ടാണ്. കണ്ടോ? കണ്ട ഏട്ടാ? അടുത്തത് കല്യാണത്തിന് അമ്പലത്തേക്കൊക്കെ പൂവ് ഇടാൻ പറ്റുന്ന മാലകളൊക്കെ തന്നെയാണ് കേട്ടോ അല്ലേ? ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ചുട്ടി വാ. കഴുത്ത് നിറഞ്ഞു കിടക്കണ ഏട്ടാ, ഇങ്ങനെ ചെറുതാക്കണേ. രസല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കോഡ് വരുന്നത് 1448 കേട്ടോ ഇതിൻ്റെ കോഡ് വരുന്നത്. ഇതാ ഇത് നമ്മുടെ കയ്യിന്നില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് ഇത് 4 എണ്ണം പോയിട്ടോ ഈ മാല. കാരണം ഇതിലെ ഓരോ കണ്ടോ ലക്ഷ്മികൾ, അതിൻ്റെ നടുക്കിൽ ഒരു സൈഡിൽ 4 ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കിലൊരു പച്ച. ഇത് എന്താ 4 എണ്ണം പോയി. ഇത് 5ാമത്തെയാണ് കേട്ടത് അല്ലേ? അതേപോലെ മുല്ലമൊട്ട് മാല ഉണ്ടായിരുന്നു, അതും പോയി. ബാസുവിനെ കാണിച്ചിട്ട്. മുല്ലമൊട്ട് മാല ഉണ്ടായിരുന്നു. ഇത് മറ്റേനൊക്കെ സാരിക്കൊക്കെ ഇടുമ്പോ നല്ല രസമായിരിക്കും. കണ്ടോ? ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം അല്ലേട്ടാ? ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. കുറച്ചും കൂടി ഇത് എന്തായാലും ഒരുപാട് ഇറക്കിയിടാൻ പറ്റില്ല. ഇങ്ങനെ ഇത്ര ഇതിൽ കണ്ടോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പോഴേ വേണ്ടവരില്ലേ വേഗം നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലില്ലേ ഇട്ടോളും ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് ഇട്ടതാണ് എൻ്റെ നെക്ലസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടേ ഇല്ല. എങ്ങനെയുണ്ട്? ഞാൻ കണ്ണാടിയിലൊന്ന് നോക്കി നോക്കട്ടെ. ഇത് എന്താ അമ്മയ്ക്ക് നെക്ലസും ഷോമാലയും വേറൊരു മാലയും കയ്യിൽ 4 വലയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീടൊക്കെ എപ്പോ? ആ അമ്മ നോക്കൊന്നും ഇങ്ങോട്ട് നോക്കൂ. അറിയണോക്ക് എവിടേക്ക് നന്നായിട്ടുണ്ട്. മുഖത്തേക്ക് രസമുണ്ടോ? നമ്മള് എന്താ രസമുണ്ടോ? എല്ലാവർക്കും രസമുണ്ട് കേട്ടത്. ഞാൻ വെറുതെ ഇത് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഇത് എന്താ വെച്ചാ ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ ഓർഡർ വന്ന് പോകുമ്പോഴേ അപ്പൊ അത്രയും ഭംഗിയുണ്ടല്ലോ അല്ലേ? കണ്ടോ? കാഴ്ചക്ക് നല്ല ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ വരുന്നതും ബേക്ക് വശം. അയ്യോ കണ്ടോ? ലക്ഷ്മിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു സമയം ലക്ഷ്മി മാല കണ്ടോ? ഓരോ സമയത്തല്ല ഓരോന്ന്. അപ്പോഴേ ഈ മാലകളൊക്കെ അല്ലേ വേണമെങ്കിൽ വേഗം വാട്സപ്പ് ചെയ്തോളൂ. ആ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ഇതാ വെള്ള ഉണ്ട് കേട്ടോ. ഇതും തന്നെ കുറേ 8 എണ്ണം ഒക്കെ പോയില്ലേ ഏട്ടാ? വേഗം പോയിട്ടോ. ഈ ഒരു മാലയും പോയി. അതേപോലെ തന്നെ ഇത് നമുക്ക് ഓർഡർ ആയിട്ടിരിക്കുന്ന മാലയാണ് കേട്ടോ ഇത്. ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ വേഗം വേഗം പോയിട്ടോ. വേണ്ടവരില്ലേ വേഗം നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ. ഇത് ഞാൻ വെറുതെ കേട്ടോ. ഇത് ഞാൻ ഒരു ചന്തം കണ്ടപ്പോ എടുത്തതാണ്. എനിക്ക് ഇങ്ങനത്തെ മാല കണ്ട അമ്മല്ലേ എന്റെ പേര് എടുത്തിട്ട് വന്നാണ്. അച്ചുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ഇത് നല്ല രസമില്ലേ? ഇത് ഞാൻ ഇടയ്ക്ക് നിങ്ങള് വീഡിയോയില് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇത് ഇട്ടിട്ടില്ലേട്ടാ. ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ ഇത് ഇടാറുണ്ട് കേട്ടോ. എനിക്കിത് അമ്മ ഇതുപോലത്തെ മീഷോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാലയാണ് കേട്ടോ. ബാക്കി എല്ലാ മാലകളും ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്, ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നമ്മുടെ എന്താ ഇങ്ങനെ പറയുക വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇടൂ അല്ലേട്ടാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
ഓണത്തിൻ്റെ നമ്മൾ കൂടുതൽ എന്താണെന്നറിയോ കളക്ഷൻ വാങ്ങാഞ്ഞത് അതും പറയണ്ടേ. ചില കൂട്ടുകാർ പറഞ്ഞു താലിമാല മോഡൽ എടുക്കുമോയെന്ന് ചോദിച്ചു കേട്ടോ. നമ്മൾ താലിമാല മോഡൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തായാലും ഇല്ലാമ്പാടെ നമുക്ക് എത്തണില്ല. ഇത് എനിക്ക് ഫ്രണ്ട് ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കൂട്ടുകാരി എനിക്ക് തന്നതാണ് കേട്ടോ. ഏട്ടന് ഓർമ്മണ്ടത് അല്ലേ? നമ്മൾ പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പഞ്ചലോകത്തിൻ്റെ ഇത് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. പാദസരം നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. എനിക്കല്ല കേട്ടോ, എൻ്റെ കൂടെ വരുന്ന വേറൊരു കുട്ടി, ജിമ്മിന് വരുന്ന വേറൊരു ആൾക്ക് വേണ്ടി വാങ്ങാൻ പോയതാണ്. അപ്പോൾ അവിടെ കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് എന്നെ കണ്ടപ്പോൾ വേഗം എൻ്റെ അനിയത്തിക്കുട്ടി എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇടാറുണ്ട്, എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഈ വളം ഇടാറുണ്ട് കേട്ടോ. അപ്പോഴല്ലേ ഇപ്പോൾ ഇത്ര കുപ്പിവളം ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ അച്ചുട്ടിയുടെ ആണ് കേട്ടോ. ചുട്ടിയുടെ ഞാൻ അടിച്ചു മാറ്റിയതാണ്. അച്ചുട്ടി ഇടുന്നില്ല. അപ്പോൾ ഞാൻ വേഗം വിചാരിച്ചു അച്ചുട്ടി ഇടുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ അച്ചുട്ടി അവിടെ വെച്ചേക്കില്ലേ, അപ്പോൾ ഞാനത് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു ഇതാണ്ടോ. അപ്പം അച്ചുട്ടിക്ക് വേറെ ഒന്നും എടുത്തേക്കണുണ്ടോ? 10 രൂപ. അതൊക്കെ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണം പോലല്ലേ. ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവരും അപ്പൊ ഇതാണ്ടോ ഇങ്ങനത്തെ മാലകളാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഇടാറ്. കണ്ടില്ലേ ഇങ്ങനത്തെ മാലകൾ, അതിനനുസരിച്ചിട്ടുള്ള മാലകളാണ് കേട്ടോ നമ്മൾ. സാരില്ല, ഒരു തെറ്റ് ആർക്കും പറ്റില്ല അച്ചു. ഇതൊക്കെ ഇങ്ങനെ വലിയ കാര്യമാക്കി എടുക്കാൻ പറ്റുമല്ലോ ഏട്ടാ. അപ്പോൾ നമ്മുടെ താലിമാല കളക്ഷൻ കൊണ്ടുവരുമോയെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമുക്കത് എന്തായാലും എത്തണില്ല, ഒക്കെപ്പാടെ എത്തണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം സ്റ്റോക്ക് വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാമത് സ്റ്റോക്ക് എടുത്തത്. കാരണം എന്താ വെച്ചാൽ കുറേ ദിവസം നമുക്കിങ്ങനെ വെക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പം അത് കാരണം കേട്ടോ. ഇനി നമ്മൾ കുപ്പിവളകൾ, അതേപോലെ കുറച്ച് മനസ്സിൽ ഓരോ ഐഡിയകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിങ്ങനെ ഓരോന്ന് ചെയ്യണമെന്നുണ്ട്. അമ്മ അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അതാണ് സുകന്യ ചിരിക്കണത്. അപ്പൊ വീഡിയോയുടെ മുമ്പിൽ ഡാൻസ് കളിക്കുക വെച്ചാൽ എല്ലാവരും കാണില്ലേ. പക്ഷെ അമ്മു ഡാൻസും പാട്ടൊക്കെ പാടണമെങ്കിൽ എന്തെങ്ങനെയാണെന്നറിയോ, രാത്രിയിൽ നമുക്ക് ഇവിടെ ഒരു CCTV വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂന്റെ ഡാൻസ് പാട്ട് രാത്രിയാണ് അവൾക്ക് വിശക്കുക. അത് 12 മണിയൊക്കെ ആകുമ്പോ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോഴേ നമ്മുടെ വിശേഷങ്ങൾ നിർത്തുകയാണ് കേട്ടോ. സമയം നോക്കി നോക്ക്, 6:15 കഴിഞ്ഞു. നമ്മുടെ വിശേഷങ്ങൾ കഴിയും വെക്കും. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നാളെ കാണാം കേട്ടോ.